നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ഈ ചാനലിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ്, ഗുരുമാറ്റത്തെക്കുറിച്ചാണ്. ജ്യോതിഷത്തിൻ്റെ ഗുരു, അതായത് ബൃഹസ്പതിയാണ് വ്യാഴം. വ്യാഴമാണ് ഒരാളിൻ്റെ സാമ്പത്തിക പുരോഗതിയെ സൂചിപ്പിക്കുന്ന ഗ്രഹം ആരെന്ന് ചോദിച്ചാൽ വ്യാഴമാണ്. വ്യാഴന് ബലമില്ലെങ്കിൽ അവന് സമ്പത്തുണ്ടാവില്ല. സമ്പത്തിനെ തരുന്ന ഗ്രഹം അല്ലെങ്കിൽ ഒരാളുടെ ബാങ്ക് എങ്ങനെയാണ് എന്നറിയണമെങ്കിൽ എൻ്റെ ജാതകത്തിൽ വ്യാഴൻ്റെ സ്ഥിതി നോക്കണം. ആ വ്യാഴ ഭഗവാൻ ഇങ്ങനെ 12 രാശിയിലായിട്ട് 12 വർഷം കൊണ്ട് 12 രാശി ഒരു വ്യാഴവട്ടം വ്യാഴം കറങ്ങി വരും. അപ്പോൾ വ്യാഴം ഇപ്പോൾ മാറാൻ പോവുകയാണ്. 2025 മെയ് മാസം 14-ാം തീയതി രാത്രി 10:30 മണിയോടുകൂടി വ്യാഴം മിഥുന രാശിയിലേക്ക് മാറും. അപ്പോൾ ഓരോ രാശിയിലേക്ക് മാറുന്നതനുസരിച്ച് ചില രാശിക്കാർക്ക് വളരെ സന്തോഷപ്രദമായ അവസ്ഥകളും ചില രാശിക്കാർക്ക് കുറച്ച് കഷ്ടതയും വരും. കാരണം വ്യാഴത്തിൻ്റെ മാറ്റം അനുസരിച്ച്. ഇത് നമ്മളുടെ പ്രേക്ഷകരും അതുപോലെ സുഹൃത്തുക്കളും ഒക്കെ മുന്നേ കൂട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നമ്മൾ അഡ്വാൻസായിട്ട് ചാനലിലൂടെ പ്രോഗ്രാം ചെയ്യണേ. കാരണം ഒരു ആപത്ത് വന്നതിന് ശേഷം, ഒരു വിപത്ത് വന്നതിന് ശേഷം നമ്മൾ എന്തിനാ അത് അറിഞ്ഞിട്ട് കാര്യം? അഡ്വാൻസായിട്ട് അറിയണം. മഹർഷിവര്യന്മാർ ഈ ശാസ്ത്രം എഴുതി വെച്ചതും നമ്മളെ ജീവിതത്തിൻ്റെ റൂട്ട് മാപ്പാണ് ജ്യോതിഷം. നേരത്തെ തന്നെ നമ്മളെ റൂട്ട് മാപ്പ് നോക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞ ശാസ്ത്രത്തിലൂടെ നമുക്ക് സഞ്ചരിച്ചെത്താം. 2026 ജൂൺ മാസം 1-ാം തീയതി വരെ വ്യാഴം നിൽക്കും. ഇതിനിടയ്ക്ക് വെച്ച് കർക്കിടകത്തിലേക്ക് ഒരു സ്ഥാനചലനമൊക്കെ വരുമെങ്കിലും അത് പൂർവ്വഗതി ഫലത്തെ കൊടുക്കും. അപ്പോൾ മിഥുന രാശിക്കാരെന്ന് പറയുമ്പോൾ ശരിക്ക് പുണർദത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, തിരുവാതിര, മകയിര നക്ഷത്രത്തിൻ്റെ 2-ാമത്തെ പകുതി ഭാഗം, ഈ രാശിയിൽ പെടുന്നവരാണ് മിഥുന കൂറുകാർ. മകയിരത്തിൻ്റെ 2-ാമത്തെ പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ആദ്യത്തെ 45 നാഴിക, പുണർദത്തിൻ്റെ 3/4 ഭാഗവും ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുന രാശി. പുണർദത്തിൻ്റെ 45 നാഴിക, അതുപോലെ തിരുവാതിര പൂർണ്ണമായിട്ടും മകയിരത്തിൻ്റെ പകുതി ഭാഗവും. ഈ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം, വ്യാഴം കഴിഞ്ഞ പീരീഡിൽ നിങ്ങൾക്ക്, അതായത് 12-ൽ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. 12-ൽ നിന്ന് ജന്മത്തിലേക്ക് വരികയാണ്, നിങ്ങളെ കൂടെ വരികയാണ്. ഏറ്റവും മോശ സ്ഥാനത്ത് നിന്നതാണ് കഴിഞ്ഞ പീരീഡ്. 12 എന്ന് പറഞ്ഞാൽ വ്യാഴന് ഏറ്റവും ഇഷ്ടമല്ലാത്ത സ്ഥലം. വളരെ സമ്പത്ത് നിൽക്കാതെയും സാമ്പത്തിക നഷ്ടവും പലതരത്തിലുള്ള വിഷമാവസ്ഥകളും തടസ്സവും അനുഭവിച്ചുകൊണ്ട് നിന്ന് നമുക്ക് വ്യാഴം ഇതാ ജന്മത്തിലേക്ക് വരികയാണ്. നമ്മളെ കൂടെ ഭഗവാൻ വരികയാണ്, നമ്മളെ വീട്ടിൽ വരികയാണ്. ജന്മം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ തന്നെ വരികയാണ്, നമ്മളെ കൂറിൻ്റെ കൂടെ വരികയാണ്. അപ്പോൾ വ്യാഴ ഭഗവാൻ നമ്മളെ കൂറിൻ്റെ കൂടെ വരിക എന്ന് പറയുമ്പോൾ വ്യാഴം ചന്ദ്രൻ്റെ കൂടെ വരുന്നു എന്നാണ്. അപ്പോൾ ചന്ദ്രൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര യോഗം, ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന കാലഘട്ടമാണ്. സാമ്പത്തിക പുരോഗതിയും മറ്റ് ഐശ്വര്യഫലങ്ങളും നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കും. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി ഉള്ളത്, മിഥുനക്കൂറുകാർക്ക് ആൾറെഡി കണ്ടകശനി വന്നുപെട്ടിരിക്കുകയാണ്. ശനി കോമൺ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വ്യാഴം മാറുന്നത് പോലെ ശനിയും ഇങ്ങനെ 2.5 വർഷത്തിലൊരിക്കലും ഒരു രാശിയിൽ നിന്ന് കറങ്ങി വരും. വ്യാഴം 12 വർഷം കൊണ്ട് രാശിചക്രം പൂർത്തിയാക്കുമെങ്കിൽ ശനി 30 വർഷം കൊണ്ട് രാശിചക്രം പൂർത്തിയാക്കുകയുള്ളൂ. അതുകൊണ്ട് വ്യാഴം മാറി വന്നിരിക്കുന്ന ഈ സമയത്ത് ഈ കണ്ടക ശനിയുടെ ദോഷത്തെ തന്നെ കുറയ്ക്കുമെന്നാണ്. ലക്ഷം ദോഷം ഗുരുഹന്തി. ലക്ഷം ദോഷം ഉണ്ടെങ്കിലും ഗുരുഹന്തി, ഗുരുവിൻ്റെ പ്രസൻസ് ഉണ്ടായാൽ, ഗുരു നോക്കിയാൽ, ഗുരു കൂടെ നിന്നാൽ ലക്ഷദോഷം ഉണ്ടെങ്കിലും തീർന്നു പോവും. ആ ഗുരു ഇതാ കൂടെ വരികയാണ്. അപ്പോൾ ശനിയുടെ ദോഷം മാറും. 2.5 വർഷം ഉള്ളതിൽ 1 വർഷം ഗുരു നിങ്ങളെ കൂടെ നിൽക്കും. അതത്രയും നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്തു തരും. എന്ത് ദോഷത്തെയും അവൻ ലഘൂകരിക്കും. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വരികയാണ്. അപ്പോൾ വ്യാഴനിൽ
ജന്മത്തിൽ വരുന്നത് കൊണ്ട് ശാരീരിക ബുദ്ധിമുട്ട് മാറും, മനസ്സമാധാനം കിട്ടും, പലതരത്തിലുള്ള സ്വസ്ഥതയുണ്ടാവും, നമ്മൾ കാര്യങ്ങൾ വിജയിക്കും, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാം ശമനം ഉണ്ടാവും. ഇങ്ങനെയുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഭഗവാന്റെ കൂടെ ഉണ്ട്, അപ്പം നമുക്കുണ്ടാവും. അതിനൊപ്പം ശനി ഉള്ളതുകൊണ്ട് കുറച്ച് മന്ദത വരുത്തും ഓരോന്നും ലഭിക്കുന്നതിന്. അതുകൊണ്ടാണ് നമുക്ക് അഡ്വാൻസായിട്ട് ശനിക്കുള്ള പരിഹാരവും ചെയ്ത് നീരാഞ്ജനമൊക്കെ കത്തിച്ച് പോകുമ്പോൾ വേഴത്തിൻ്റെ പൂർണ്ണ ഫലസിദ്ധി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങൾ ചാനലിലൂടെ യൂട്യൂബ് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിത്യജ്യോതിഷം എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇന്നത്തെ ജ്യോതിഷം, ഇന്നത്തെ ഫലം എന്താണ്, ഇന്ന് നിങ്ങൾ രാവിലെ ഉറക്കമൊഴിച്ച് 6 മണിയാകുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിലെത്തിക്കുകയാണ്. അത് നോക്കിയിട്ട് ഇന്നത്തെ ദിവസം കൊള്ളൂല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചും കൊള്ളാമെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ മുന്നറിയിപ്പ് തരികയാണ് നേരത്തെ തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രഹമാറ്റവും കൂടി അഡ്വാൻസായിട്ട് നിങ്ങളെ അറിയിക്കണേ. അപ്പോൾ ഇത് മറ്റുള്ളവർക്കും കൂടി ഗുണപ്രദമായി തീരാൻ വേണ്ടി, നമ്മൾ മാത്രം നന്നായി പോലല്ലോ, ലോകത്തിലെ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് മഹാമഹർഷി വര്യന്മാർ ഈ മഹത് ഗ്രന്ഥം എഴുതി വച്ചിട്ട് പോയത്. അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ വാട്സപ്പിലൂടെ അറിയിക്കുക. എല്ലാ പേർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.